രണ്ടാമത് ട്രസ്സിൻ്റെ ഒരു പ്രോബ്ലമാണത്. ഇത് സംഭവം പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിപ്പോൾ ആ ബീമിൻ്റെ റിയാക്ഷൻ ചെയ്ത അതേപോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ആൾ ടെൻസൈൽ സ്ട്രിങ്ങിൻ്റെ ഒക്കെ എല്ലാ സ്ട്രെസ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സാധനം എന്ത് ചെയ്യാന്ന് പറയുക, റീഡ്രോ ചെയ്യുക. ഫസ്റ്റ് പരിപാടി അത് തന്നെയാണ്. കിട്ടിയാൽ നമ്മൾ എങ്ങനെ റീഡ്രോ ചെയ്യുക, നമ്മൾ ഈ സംഭവം നമ്മളിപ്പോൾ ഇവിടെ ലോഡ് കൊടുത്താൽ ഇതെന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് താന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തു, അതേപോലെ ഇവിടെ ഒരു സപ്പോർട്ട്. നമ്മൾ ആ ബീമിൻ്റെ ഇതിൽ പ്രോബ്ലത്തേക്ക് മാറ്റുകയാണത്. ഇവിടെ എന്തുണ്ട്, 5 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു ലോഡ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ കൊടുത്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത്ര 3, അപ്പോൾ അതേപോലെ ഇവിടെ 3 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് 8 ആണ്. അപ്പോൾ ഇങ്ങോട്ട് എത്ര കാരം, 5 കാരം. ഇവിടെ 5 കിലോ ന്യൂട്ടൺ. ഇത് എ, ഇത് ബി. ഓക്കെ അല്ലേ? പിന്നെ ഈ ആംഗിൾ നമുക്ക് ഫസ്റ്റ് ആവശ്യമില്ല, അതോടെ നിന്നോട്ടെ. ഇത് കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയില്ലേ, RA+RB = എത്ര കിട്ടും, 5. ഇവിടെ ആകെ ഒറ്റ ഫോഴ്സല്ലേ ഉള്ളൂ, അപ്പോൾ 5 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1. അടുത്ത് മൊമെൻറ്റം കാണുമ്പോൾ RA ഇൻറ്റു ഇവിടെ RA ആണ്, ഇത് RB ആണ്. ഈ RA നിന്ന് RAക്കുള്ള ദൂരം എത്ര, 0 അല്ലേ, അപ്പോൾ 0 പ്ലസ് കൊടുത്തു. ഇത് 5 മൈനസ് അല്ലേ, താഴത്തേക്ക് ആയതുകൊണ്ട് -5 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര, 3. അടുത്തത് പ്ലസ് കൊടുത്തു. പിന്നുള്ളത് RB അല്ലേ, അപ്പോൾ RB ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 8 = 0 എന്ന് കൊടുത്തു. ഇത് 0 ആയിപ്പോയി. പ്ലസ് 5 × 3 പറഞ്ഞാൽ 15 വരും, മൈനസ് കൊടുക്കുക. പ്ലസ് RB × 8 പറഞ്ഞാൽ 8 RB = 0. അപ്പോൾ -15 പ്ലസ് 8 RB = 0. ഇതിലെന്ത് ചെയ്യുക, ഈ -15നെ ഈക്വൽ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 8 RB മൈനസ് പോയിട്ടോ 15 എന്ന് മാത്രമാവും. അപ്പോൾ RB = 15/8. RB 15/8 ചെയ്യുമ്പോൾ ഏകദേശം 1.8 നമുക്ക് വരും. പിന്നെ നമുക്ക് എന്തുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് RA+RB എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ആണെന്നുണ്ടെങ്കിൽ RB നമുക്ക് 1.7 കിട്ടിയാൽ, അപ്പോൾ 5 - 1.7 ചെയ്യുക. അത് എത്ര വരും, 4.3 വരില്ല. 4.3 അല്ല, 3.3 വരും. 3.3 1.7 കൂട്ടുമ്പോൾ 5 കിട്ടും. അപ്പോൾ RA എന്ന് പറയുന്നത് 3.3ഉം RB എന്ന് പറയുന്നുണ്ടോ 1.7. RAയും RBയും കണ്ടില്ലേ. ഇത്ര ചെയ്താൽ പിന്നെ നമ്മളെ ബീമിൻ്റെ പ്രോബ്ലം എത്ര ഉള്ളൂ. അപ്പോൾ ഇത്ര ചെയ്താൽ പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനത്തിന് എത്ര ജോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ഇത് A പറഞ്ഞ ജോയിൻ്റാണ്, ഇത് B എന്ന് പറഞ്ഞ ജോയിൻ്റാണ്. ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കില്ല, അപ്പോൾ ഇത് ജോയിൻ്റ് ആയിട്ട് കൂട്ടണ്ട. അപ്പോൾ A എന്ന് പറഞ്ഞ ജോയിൻ്റും ഉണ്ട്, B എന്ന് പറഞ്ഞ ജോയിൻ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഫിഗർ എടുക്കുക, വരയ്ക്കുക. ഹെഡിങ് എഴുതിക്കോ, ജോയിൻ്റ് A. ഇത് RA എന്ന് പറഞ്ഞ സാധനം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഈ ലോഡ് ഇങ്ങോട്ടല്ലേ വരുന്നുണ്ട്, കീഴ്പ്പട്ടക്കല്ലേ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ A, ഇത് ഞാൻ B, ഇത് C എന്ന് കൊടുത്താൽ ഇവിടെ നിന്ന് വരേണ്ട ഫോഴ്സിന് നമുക്ക് എന്ത് പറയാം, FCA എന്ന് പറഞ്ഞൂടെ. CA ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നുണ്ട്, അപ്പോൾ ഫോഴ്സ് CA എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫോഴ്സിന് എന്ത് പറയാം, FAB എന്നും പറയാം. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഫിഗർ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഡയഗ്രാം ഇവിടെ 0, ഇവിടെ 90, ഇവിടെ 180, ഇവിടെ 270, ഇവിടെ 360. ഇതിൽ എവിടെയാണ് വന്നിട്ടുള്ളത്, ഇവിടെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് 60 ഡിഗ്രി ആംഗിൾ. ഇവിടെ നിന്നാണ് FAC, ഇവിടെ നിന്ന് FBC, ഇത് RA. ഇങ്ങനെയാണ് ഫിഗർ വന്നിട്ടുള്ളത്. ബാക്കി നമ്മൾ വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗറിൽ നമ്മൾ എഴുതുമ്പോൾ Y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ, Y ആക്സിസ് എന്ന് ചെയ്താൽ, Y ആക്സിസിൽ എന്തൊക്കെയുണ്ട് നമുക്ക്, ഈ RA എന്ന് പറയുന്ന സാധനം മാത്രമല്ലേ ഉള്ളൂ. RA എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ 3.3 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതാട്ടോ, RA എന്ന് എഴുതി. പിന്നെന്താ Y ആക്സിസിലുള്ളത്, പിന്നെ ഒന്നുമില്ലല്ലോ, RA മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തും കൂടി ഉണ്ട്, ഈ FAC എന്ന് പറയുന്ന സാധനം ഇതിനും ഈക്വലായിട്ടുള്ളതല്ലേ. റിസൾട്ടൻ്റ് എന്നൊക്കെ പറയാം, രണ്ടിനും കൂടി ഈക്വലാണ്. എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്, അങ്ങനെ നമ്മൾ പറയാം. അപ്പോൾ ഇത് വൈയിലുള്ള സാധനമാണ്, ഇത് FAC. ഇങ്ങോട്ട് താഴത്തേക്കല്ല കിടക്കുന്നത്, ഇത് ഈ ഡയറക്ഷന്. അപ്പോൾ അതെന്ത് കൊടുക്കുക, -FAC എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ, ഇനി ആംഗിളാണുള്ളത്. Y ആക്സിസിൽ നമ്മൾ ഇവിടെ നമുക്ക് X ആക്സിസിലാണ് എന്ത് മുട്ടിയിട്ടുണ്ട്, ആംഗിൾ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈയിൽ എന്താ എടുക്കുക, സൈൻ അല്ല എടുക്കൽ. അപ്പോൾ നമ്മളിവിടെ sin 60 എന്ന് കൊടുത്തു.
എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. നമുക്ക് ഇവിടെ ആറ് നമുക്കറിയാം, സൈൻ 16 നമുക്കറിയാത്ത ഏതാണ്, FAC ആണ്. അപ്പോൾ FAC ഈക്വൽ ടു പിന്നെ എന്ത് വരും, FAC ഈക്വൽ ടു 6 സൈൻ 16 വരും. 6ൻ്റെ വാല്യൂ 3.3 ഡിവൈഡ് ബൈ സൈൻ 16. അതെത്ര കിട്ടണോ ആൻസർ ഇവിടെ ചെയ്യുക. അടുത്തത് ജോയിൻ്റ് എയിൽ വൈ ആക്സിസ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് കാണാനുള്ള എന്താ പറയുക, ജോയിൻ്റ് എയിൽ എക്സ് ആക്സിസ് കാണണം. അഥവാ ഈ എക്സ് ആക്സിസിൽ എന്താ ഉള്ളത് നോക്കുക, അതിലുള്ളത് ഇതാ. നമുക്ക് ഈ എക്സ് ആക്സിസ് പറഞ്ഞാൽ ഇതാണ്. അഥവാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ ഉള്ളത് ഫസ്റ്റത്തെ സാധനം എന്താ, ഇതിലാകെ ഉള്ളത് FAB എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, FAB എന്ന് എഴുതി. പിന്നെന്തുള്ളത്, നമ്മൾ പറഞ്ഞു ഇത് കോമൺ ആയിട്ടുള്ളതാണെന്ന്. അഥവാ ഈ സാധനം എക്സിലും വൈയിലും കോമൺ ആയിട്ടുള്ളതാണെന്ന് അറിയും. അപ്പോൾ ഇത് താഴത്തേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് FAC എന്ന് കൊടുത്തു. പിന്നെ ഇവിടെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഈ എക്സുമൊക്കെല്ലാം മുട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ സൈന കോസ് എടുക്കുക, കോസ്. അപ്പോൾ കോസ് 60. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ കാണേണ്ടത് FAB മാത്രമാണ്. അപ്പോൾ FAB ഈക്വൽ ടു FAC കോസ് 60 എന്ന് കിട്ടും. FAC നമ്മളിവിടെ കണ്ടു, ഇത്ര ഇവിടുന്ന് കിട്ടിയ വാല്യൂ അത് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 3 ആണെന്നുണ്ടെങ്കിൽ 3 കോസ് 60 എന്ന് കൊടുത്താൽ നമുക്ക് FAB കിട്ടും. FAB 4 കിട്ടിയതെന്ന് വിചാരിക്കുക. FAB 4 കിട്ടി. പിന്നെ അടുത്തതുണ്ട് ജോയിൻ്റ് എൻ്റെ നമ്മളിത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്തുണ്ട്, ജോയിൻ്റ് B ഉണ്ട്. B എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ജോയിൻ്റ് കിടക്കുന്നത്. ഇവിടെ RB ഉണ്ട്, ഇവിടെ നിന്നിട്ട് ഇത് സിയും ഇത് ബിയും ഇത് എയും. അപ്പോൾ ഇത് FCB എന്ന് പറഞ്ഞൂടെ. ഇവിടെ നിന്നിട്ടുള്ളതോ FAB. AB എന്നോ അല്ലെങ്കിൽ BA എന്നോ പറയാം. ഇനി ഇതിൽ വൈ ആക്സിസ് എടുത്തോ. വൈ ആക്സിസ് എടുത്താൽ വൈ ആക്സിസിൽ എന്തൊക്കെയുണ്ട് നോക്ക്. ഇതിൽ വരുമ്പോൾ RB അല്ലുള്ളത്. ഇതിപ്പോൾ ഈ സൈഡ് കേട്ടോ, നേരത്തെ നമ്മൾ ഈ സൈഡാണ് ചെയ്ത്, ഇപ്പോൾ ഈ സൈഡാണ് ചെയ്യേണ്ടത്. വൈ ആക്സിസിൽ RB മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, RB എന്ന് എഴുതി. പിന്നെ എന്തുള്ളത്, FCB ഉണ്ട്. FCB കോമൺ ആയിട്ട് താഴത്തേക്കല്ല വരുന്നത്. അപ്പോൾ മൈനസ് FCB. പിന്നെ ഉള്ളത് എന്താണ്, സൈന കോസ് എടുക്കുക. നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 30 നോക്കട്ടെ. ഇത് നമ്മൾ ജോയിൻ്റ് എയിൽ പറഞ്ഞതാണ്. ഇനി ജോയിൻ്റ് ബിയിൽ വരുമ്പോൾ ഇവിടെ 30 ആംഗിൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 30 ആംഗിൾ എടുക്കും. ഇവിടെ നമുക്ക് 60 എന്ന ജോയിൻ്റ് എയിൽ, ഇവിടെ നമുക്ക് 30 വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമ്മളിവിടെ 30 കൊടുത്തു. 30 കൊടുക്കുമ്പോൾ CB കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സൈന് 30 എന്ന് കൊടുക്കുക, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇതിൽ നമുക്ക് RB അറിയാം, സൈൻ 30 അറിയാം. നമുക്ക് FCB ഈക്വൽ ടു എന്താവും, RB ബൈ സൈൻ 30 എന്ന് കൊടുക്കുക. RB നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1.7. അപ്പോൾ 1.7 ബൈ സൈൻ 30. അപ്പോൾ നമുക്ക് ഒരു 5 കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്താൽ FAB നമുക്ക് കിട്ടി, FAC നമുക്ക് കിട്ടി, FCB നമുക്ക് കിട്ടി. ഇനി വേറെ ഒന്നും ഇതിൽ കാണാനില്ലല്ലോ. FAB നമ്മൾ ഓൾറെഡി ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ FAB നമുക്ക് കിട്ടിയത് എത്ര, 4. അതേപോലെ FAC എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 3. FCB എന്ന് പറഞ്ഞാൽ 5 കിട്ടിയത്. ഇനി ഇതാ ഈ FAC എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട് അഥവാ ഒരു ലോഡ് വന്ന് ഇങ്ങോട്ട് ഇതാകുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇങ്ങനത്തെ സാധനത്തെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ താന്ന് വരൂലേ, ഇങ്ങനെ താന്നിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് മാറൂലേ. അപ്പോൾ ഈ അടിയത്തെ ലൈൻ എന്താവാണ്, വലിയാണ്, അങ്ങോട്ട് വലിയും ഇങ്ങോട്ടും വലിയും. ഇതെന്താവും, ഇത് ഇങ്ങോട്ട് താന്ന് വരും, കംപ്രസ് ചെയ്യാണ്. അപ്പോൾ ഈ FAB എന്ന് പറഞ്ഞാൽ, AB എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഇതെന്ത് ചെയ്യാണ്, വലിയല്ലേ. വലിയണീനെ പറഞ്ഞതിൻ്റെ പേരാണ് എന്ത്, ടെൻസൈൽ. ഇനി ഇതോ FAC എന്ന് പറഞ്ഞാൽ എന്താ, ഇതല്ലേ. FAC എന്താണ്, കംപ്രസ് ചെയ്യല്ലേ. അപ്പോൾ ഇതെന്താ ചെയ്യുക, കംപ്രസീവ് എന്ന് കൊടുക്കുക. ഇതും എന്താണ്, അഥവാ ഈ സാധനം എന്ത് ചെയ്യാണ്, കംപ്രസ് ആവല്ലേ. അപ്പോൾ ഇതും കംപ്രസീവ്. ഇതാണ് ട്രസ്സിൻ്റെ പ്രോബ്ലം. ഇത്രയേ ഉള്ളൂ. അപ്പം മറക്കണ്ട, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം കിട്ടിയാൽ ഇതേപോലെ നമ്മൾ റീഡ്രോ ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ബീമിൻ്റെ റിയാക്ഷനിൽ ചെയ്ത പോലെ ചെയ്ത് RAയും RBയും കാണാം. പിന്നെയാണ് ജോയിൻറ്റ് കാണേണ്ടത്. ജോയിൻറ്റ് A കാണുമ്പോൾ ആദ്യം Y ആക്സിസ്, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, FAC കാണാം. പിന്നെ ജോയിൻറ്റ് Aയിൽ X ആക്സിസ് എടുക്കുക, അതിൽ FAB കാണാം. അത് കഴിഞ്ഞതിന് ശേഷം ജോയിൻറ്റ് Bന്ന് Y ആക്സിസ് കാണാം. വേറെ ഒന്നും നമുക്ക് കാണാനില്ല, ആകെ 3 ഉണ്ടാവുള്ളൂ. അത് കാണാം. അത് കണ്ട് 3 ഇങ്ങനെ ചെയ്താൽ എന്നിട്ട് ടെൻസൈലാണോ കംപ്രസീവ് ആണോ എന്ന് ചെയ്താൽ